നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസിലേക്കാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ഏറ്റവും പീക്കുണ്ട്, അതിൻ്റെ ആ ഒരു പീക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഇത് പാലക്കാട് ജില്ലയിലാണ് വരുന്നത് ഈ ഒരു ഏരിയ കേട്ടോ. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് പോകുകയാണെങ്കിൽ ഇവിടെയുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രീനറി ആട്ടോ. എല്ലാ സ്ഥലങ്ങളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഓക്കെ, ഏകദേശം എല്ലാ വണ്ടികളും കയറണമുണ്ട്. ബാക്കിലേതോ ചങ്ങായി ഓൺ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ചുരം കയറാറുണ്ട്. അങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെറിയൊരു വെള്ളച്ചാട്ടം ഇവിടെ അങ്ങനെ കാണാം. മഴ കൂടുതലാണെങ്കിൽ അത് കൂടുതലുണ്ടാവും. അങ്ങനെ പോകുന്ന സമയത്ത് ഇതേപോലെ ഒരുപാട് കുരങ്ങന്മാരെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റില്ല. നല്ല സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിനോട് അടുത്തുള്ള സ്ഥലമാണ്. ഓക്കെ, മസ്നേ എന്ന് പറയുന്നത് അതാ. അപ്പോൾ നമ്മൾ മണ്ണാർക്കാട് ആ ഒരു ചുരം കയറി ഇങ്ങനെ കയറിക്കോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴക്കാറുണ്ട് ഇവിടെ. ഓക്കെ, നമ്മൾ അവിടുന്ന് ചുരം കയറി വരുമ്പോൾ ആദ്യം എത്തുന്ന സ്ഥലം അഗളി പറഞ്ഞ സ്ഥലമാണ്. ഓക്കെ, അഗളിയിൽ നിന്ന് പിന്നെ നമുക്ക് ആനക്കട്ടിക്ക് ഏകദേശം 33 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ബാക്കി അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം. നമ്മൾ പോണ ഇടയിൽ കാണുന്ന ഉണ്ടോ, അതിന് ഏറ്റവും പീക്കിൽ കണ്ടോ, അവിടെ ഉണ്ടോ ഒരു കാറ്റാടി യന്ത്രം ഒക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ടോ. അവിടേക്കാണ് നമ്മളിൽ പോകുന്നത്. ഓക്കെ, അഗളി എന്ന സ്ഥലത്തേക്ക് നമുക്ക് ഇനി ഇവിടുന്ന് 8 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ഓരോ പഴയ തരത്തിലുള്ള ചായപ്പീടികളൊക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ ഉണ്ട് നമ്മുടെ സിനിമ സെറ്റ് ഇട്ട പോലത്തെ ചായക്കടകൾ ഇടാം. പഴയ കാലത്തെ പക്കാ മലയോര ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ദൃശ്യഭംഗി രസമുണ്ട്. പിന്നെ അപ്പോൾ അത്യാവശ്യം നല്ല വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഇങ്ങനെ കണ്ടത്. നരസിംഹക്ക് അകളിൽ നിന്ന് നമ്മളിങ്ങനെ പോകുന്നത് പാടിയിലേക്ക് പോകുന്ന ഇതിലുള്ള നരസിംഹക്ക് അതൊക്കെ കാറ്റാടി യന്ത്രങ്ങളുണ്ട് ആണോ. അങ്ങനെയുണ്ട് കാറ്റാടി യന്ത്രങ്ങൾ. അതൊക്കെ നമ്മൾ പോകും. നല്ല ബ്രീസ് ആയിട്ടുള്ള ക്ലൈമറ്റാണ്. എങ്ങും നല്ല ഗ്രീനറിയാണ്. ഫുള്ള് കൃഷിയാണ് ഇവിടെ കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഒരുപാട് ആളുകളുടെ കൃഷിയിടങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു പണ്ടത്തെ നമ്മുടെ നാട്ടിലത്തെ കാലാവസ്ഥ അല്ല, ഒരു ലാൻഡ്സ്കേപ്പാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഓക്കെ, ചെറിയൊരു ബ്രീസ് ആയിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ട്. 18ാം പട്ട തെങ്ങ്, 18ാം പട്ട തെങ്ങ് ചർച്ചും അമ്പലവും പള്ളി ഒക്കെ ഉണ്ട്. കർഷകരുണ്ട്. നല്ല രസമായിട്ടുള്ള ഗ്രീനറി ഉണ്ട്. നമ്മളിവിടെ ഉണ്ട് വണ്ടി ഓടിക്കുന്നത്. നമ്മളിങ്ങനെ അത്യാവശ്യം ഒരു 3 മണിക്കൂറിൻ്റെ അടുത്തായി ഫുൾ നമ്മുടെ വണ്ടിമേയാണ്. ഓക്കെ, അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ 2-3 തവണ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെയുള്ള കാഴ്ചകളാണ്. നമ്മൾ വോയേജർ ഗ്രാമൊക്കെ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട്. അന്ന് വ്ലോഗ് ഇത് കുറേ ഡോക്യുമെൻ്ററി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ കുറേ ആടുകളൊക്കെ വെച്ചൊരു ഡോക്യുമെൻ്ററി നരസിംഹക്ക് എന്ന രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിന് കണ്ടിട്ടുണ്ടോ. ആ നരസിംഹക്കാണത്. ഇവിടെ നമ്മളെ ചേച്ചിയുണ്ട്. ആടുകളെ കർഷകരാണ് കൂടുതലുള്ളത് അല്ലേ. നമസ്കാരം, എന്താ പേരെന്താ? രംഗമ്മ. ഇവിടെ മസനൈ പറഞ്ഞ ഒരാളറിയോ? മസനൈ ഇതേപോലെ കൃഷി നടത്തിനെ മസനൈ. ഞാനൊരു 4 വർഷം മുന്നോടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ആളുടെ വീടുണ്ടായിരുന്നത്. ഇതേപോലെ പശുക്കളാണ് കൂടുതലുണ്ടായിരുന്നത്. അറിയോ? ചേച്ചിൻ്റെ പേരെന്താണ് പറഞ്ഞത്? രംഗമ്മ. ഓക്കെ, വീട് എവിടെ? ആ, രംഗമ്മ ചേച്ചിയാണ്. രംഗമ്മ ചേച്ചീൻ്റെ ആടുകളാണ് ഇതൊക്കെ കേട്ടോ. അടിപൊളി സ്ഥലമാണെന്ന് കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ള ആംബിയൻസാണ്. വീടുകളൊക്കെ ഉണ്ടോ. അത്യാവശ്യം നല്ല ബ്യൂട്ടി ആട്ടോ. ഈ കിഡ്ലോസ്കി പ്ലേസ്.
ഓഫ് ദ ലൊക്കേഷൻസിൽ നമ്മളെത്തി. ഇവിടെയുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനും കണ്ണട വിട്ടോ ഇത്ര നേരം കൂളിംഗ് ഗ്ലാസ് വെച്ച് കണ്ടാണ് ഉള്ളത്. അത്യാവശ്യം നല്ല വാക്ക് കുറേ യൂസ് ചെയ്യുന്നുണ്ട്. അതായതുണ്ടോ, ഓ മോനെ ഗ്രീനറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കിഡ്ലോസ്കി. ആ കാശ്മീരിലൊന്നും പോയാണ്ട് വെറുതെ ഗ്രീനറി ഇതാണ്. കാശ്മീർ പോകണം ആവേശത്തിൽ പറഞ്ഞാണ്. ഇവിടെ വേറെ അവിടെ വേറെ, പക്ഷെ നമ്മളെ ഗ്രീനറി കണ്ടാണ്ട് പോകുന്ന സാധനം ഉണ്ടല്ലോ, നമ്മുടെ ലാൻഡ്സ്കേപ്പിനെ ഉണ്ടോ, ഇവിടുത്തെ ഓരോ വീടുകളൊക്കെ കണ്ടോ കേട്ടോ. ഇവിടുത്തെ ഓരോ വീടുകൾ, അതേപോലെ ഇത്തരത്തിലുള്ള നല്ല രസകരമായിട്ടുള്ള ഒരിത്. താഴെ ഇങ്ങനൊരു പുഴ ഒഴുകുന്നുണ്ട്, അവിടേക്കൊക്കെ നമ്മൾ പോകും. നമ്മൾ ഈ ഒരു പെരുന്നാൾക്ക് നമ്മളിവിടെ ഒരു ട്രിപ്പ് വെച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിലേക്ക്. നമ്മൾ നരസിമുക്കിലെത്തി. 37.5 കിലോമീറ്ററാണ് മണ്ണാർക്കാട് ടൗണിൽ ഇവിടേക്കുള്ള ദൂരം. ഓക്കെ, നരസിമുക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് മണ്ണാർക്കാട് വഴി, ആനക്കട്ടി വഴി, അഗളി വഴി നമുക്ക് ഇവിടെ എത്താൻ പറ്റും. നല്ല രസമായിട്ടുള്ള ഇതാണ്. ഓക്കെ, വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ്, ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ, ലാൻഡ്സ്കേപ്പ്, കർഷകർ, മൃഗങ്ങൾ ഒക്കെ നല്ല രസമായിട്ടുള്ള ഇതാണ്. അതുപോലെ നല്ല ഒരു ഗ്രീനറിയാണ്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കാഴ്ചകളും കാണണം. നിൽക്കാൻ ഉദ്ദേശിച്ച റിസോർട്ടുകളാണ് കേട്ടോ മുകളിൽ കണ്ടത്. താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നല്ല രസമായിട്ടുള്ള ചെറിയൊരു പുഴ. ഓക്കെ, നല്ല ഒരു ആംബിയൻസ്. കൃഷിയാണ് ഇവിടുത്തെ മെയിൻ, തെങ്ങ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ, നമ്മളെ വണ്ടി അവിടെ ഉണ്ട്, കുട്ടപ്പനവിടെ കണ്ടിട്ടുണ്ടോ, നമ്മൾ നേരെ ഇവിടെ നേരെ തിരിക്കും നാട്ടിലേക്ക്. പിന്നെ അതിൻ്റെ ഇടയിൽ വല്ല കാഴ്ചകളുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ.